അതെ, നമുക്കൊരു വരിയും കൂടുതൽ കഥയുമായല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് അല്ല കേട്ടോ. എപ്പോഴും ക്ലാസ്സിന് പുറത്ത് ഔട്ട് സൈഡിലുള്ള കുട്ടി. യെസ്, അത് ഞാനായിരുന്നു. പണിഷ്മെൻ്റ് ഒന്നുമല്ല കേട്ടോ. ഞാൻ എപ്പോഴും ഡാൻസ്, പാട്ട്, സ്പോർട്സ്, അതിൻ്റെ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പുറത്തായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ എല്ലാ ടീച്ചേഴ്സിനുമുള്ള പരാതി. 24 മണിക്കൂറോ നീ ഈ ക്ലാസ്സിന് പുറത്തു നിന്ന് എങ്ങനെ പഠിക്കാനാ? സ്പോർട്സിനും ഡാൻസിനും ഒക്കെ നിനക്ക് എന്താ കിട്ടുന്നത്? എക്സാംസിൽ വല്ലത് എഴുതണമെങ്കിൽ ജയിക്കണമെങ്കിൽ നീ വല്ലപ്പോഴും ക്ലാസ്സിൽ കയറി എടുക്കുന്നതൊന്ന് മനസ്സിലാക്കണ്ടേ, പാഠം പഠിക്കേണ്ടെന്നൊക്കെ. ബട്ട് ഇതേ ചോദിച്ച് എല്ലാ ടീച്ചേഴ്സ്മാരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ എക്സാംസിനും ഞാൻ നല്ലതുപോലെ തന്നെ സ്കോർ ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കലും ഫെയിൽ ആയിട്ടുമില്ല. ഇത് കണ്ടിട്ടാണ് എല്ലാ ടീച്ചേഴ്സും എന്നോട് ചോദിക്കാറുള്ളത്, നീ കോപ്പി അടിച്ചാണോ പാസ്സാകുന്നത്? കാരണം എപ്പോഴും പുറത്തു പോകുന്നത് നിനക്ക് എങ്ങനെയാ ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കൽ പോലും ഫെയിൽ ആവാതെ ജയിക്കാൻ പറ്റുന്നു എനിക്ക്. എനിക്കല്ലേ എന്നെ പറ്റി അറിയുള്ളൂ. ഡാൻസിന് പോയാലും സ്പോർട്സിന് പോയാലും പഠിക്കേണ്ടത് ഞാൻ പഠിക്കും, എഴുതേണ്ടത് എഴുതും. ഡാൻസ്, സ്പോർട്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പാഷനാണ്. പക്ഷേ ആ പാഷന് വേണ്ടി ഞാൻ എൻ്റെ പഠിപ്പ് ഇല്ലാത്തക്കത്തും തരുന്നു. സോറി, ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ വിഷയം വരെയല്ലേ. ഇന്നത്തെ ഡ്രോയിങ് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നതാണ്. ഇത് എന്താണ് ഏതാണെന്നൊന്നും ആരും എന്നോട് ചോദിക്കേണ്ട. എൻ്റെ മൈൻഡിൽ വന്ന് ഞാനത് ബുക്കിലേക്കാക്കി. ആൻഡ് എനിക്കിത് നൈസായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്കിത് നൈസായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് നൈസാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് ആ സബ്സ്ക്രൈബ് ഒന്ന് മറക്കിയിട്ട് പോണേ. ആൻഡ് നെക്സ്റ്റ് എൻ്റെ വരെയും കൂടെ എൻ്റെ കഥയുമായി അടുത്ത വീഡിയോ കാണുന്നത് വരെയും ബൈ ബൈ.